അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരുമില്ല, ചുറ്റിനും ആരുമില്ല, ഒരുമാതിരി. അപ്പോൾ അവർ പറയും ഇതല്ല സ്ഥലവും. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഇറങ്ങിയത് തെറ്റായിട്ടുള്ള. ഹേ ഗൈസ്, ഹലോ ഗൈസ്, ചീന മുടി കണ്ടോ? നമ്മളെവിടെ പോന്നു? പറയടാ. ആലപ്പുഴയ്ക്ക് മുന്നിലുള്ള സ്ഥലം എന്ന് പറഞ്ഞു. ഒത്തിരി വാ പോലും തുറക്കാൻ വയ്യ. എന്താ ചെയ്യുന്നത് ഇവിടെ? ജോലിക്ക് തന്നെ പോണോ? ശരി, പൊടിയെന്നടി എന്നാ നീ അവിടെ ഇരിക്കടാ, അവനെ എടുക്കണ്ട. പേടിയുണ്ടോ മോനെ? പേടിയുണ്ടോ? ട്രെയിൻ എടുക്കുന്നു. അല്ല, ഒരു വെള്ളത്തിന്റെ കമ്പി പിടിച്ചാലും കൈ കെട്ടിരി വരുന്ന മോൻ നീയും കൂടെ കൂട്ടുന്നില്ലേ വേളി? ശിവ കുഞ്ഞാ നോക്കേ. എടാ, അവൻ അങ്ങനാടാ. ആരാ അവനെ ഉപദ്രവിക്കുന്ന അവരുടെ തിരിക്കുന്നൊരു ബാക്കിയുള്ളവരുടെ പോകത്തില്ല. ഈ വായിൽ അവള് കൈ വെച്ചേക്കുന്ന ആരും അവളുടെ ഉറങ്ങിയില്ല അവള്. കള്ളി നാളെ വേണോടി. ആളുവിന് പറ്റിയൊരു വലിയൊരു പീസ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വേണ്ടാന്ന് പറയാൻ കൊടുക്കണേന്ന്. ഇബാമ മാറ്റി അടുത്ത് ലിപ്സ്റ്റിക് ആക്കി അവള്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യുന്നത് ഇവളാണ് ഗൈസ്. അല്ലാതെ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ആ ചെറുക്കം ഇറങ്ങുന്നുണ്ട്. അവ എളുപ്പത്തിന് ഇവിടെ കണ്ടുള്ള അങ്ങനെ ഒരബദ്ധം പറ്റി. ഞങ്ങള് സ്ഥലം മാറി ഇറങ്ങി. അതെങ്കിലും അമ്മ ഇറങ്ങുന്നില്ല, അമ്മ അവിടെ തന്നെ നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഗൈസ് കാര്യം പറയട്ടോ, ഞങ്ങള് പുന്നപ്പറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ നോക്കിയതാ. ട്രെയിൻ പിടിച്ചിട്ടേക്കുമായിരുന്നു. ഞങ്ങളങ്ങ് ചാടി ഇറങ്ങി. പ്ലാറ്റ്ഫോമില്ല, ഒന്നുമില്ല. ട്രെയിനിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയായി. ഇറങ്ങുന്ന ചെറുക്കൻ പറയണ്ടേ, ഗൈസ് മൊത്തത്തിൽ 3G. എവിടെ
ഞങ്ങൾ ഇറങ്ങിയ കറക്റ്റ് സ്ഥലമാണ്, ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ട്രെയിൻ ഇറങ്ങുന്നത് പ്ലാറ്റ്ഫോം ഇല്ല ഗൈസ്. നമ്മൾ ഇറങ്ങിയതിന്റെ ഇച്ചിരി കറക്റ്റാണ് ഗൈസ്. ഞങ്ങൾ കൃപാസനത്തിലെ ഗൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഒന്ന് മനസ്സിലായി. ബഹളം ഞാൻ കറക്റ്റ്. അപ്പോൾ ഗൈസ് അതിനകത്ത് പറഞ്ഞേക്കുന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടത്തേക്ക് പോലത്തെ റെയിൽവേ സ്റ്റേഷൻ അല്ലായിരുന്നു. ഒരു കുഞ്ഞൊരു സ്ഥലം, റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് സാധാരണ 2 എണ്ണം ചവിട്ടുമ്പോൾ നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ടാണ് ചവിട്ടുന്നത്. പക്ഷേ അവിടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് 4-5 സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മൾ ഇറങ്ങുന്നത് അത് നേരെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ട് ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറി അങ്ങ് ഇറങ്ങി. സ്ഥലം നോക്കിയപ്പോൾ അവിടെ എത്തിയെന്നാണ് കാണിച്ചേക്കുന്നത്, പുന്നപ്പുറ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് എത്തിയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരുമില്ല, ചുറ്റിനും ആരുമില്ല, ഒരുമാതിരി ആരും ഇല്ലാത്തൊരു പ്രദേശം എന്ന് പറയത്തില്ല, അതേ കണക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മാമ്മയടുത്ത് ചോദിച്ചു ഇതാണോ സ്ഥലം, അപ്പോൾ അവർ പറയും ഇതല്ല സ്ഥലമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഇറങ്ങിയത് തെറ്റായിട്ടുള്ള സ്ഥലത്തായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഇപ്പം കുറച്ച് പിള്ളേർ അവിടെ നിന്നപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഇത് തന്നെ സ്റ്റേഷൻ, ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ആലപ്പുഴ ആവും, ഞങ്ങൾക്ക് ആലപ്പുഴ അല്ല ഇറങ്ങേണ്ടത്. അങ്ങനെ അന്നേരം ഒരു ആശ്വാസം, എന്നാലും ഒരു വിശ്വാസം വന്നില്ല. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അങ്ങനെ ഓട്ടോ തിരക്കി പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങി, ഇതാ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ 3-4 ട്രെയിനും കണ്ടേ വരത്തുള്ളൂ, അന്നേരം വെക്കേ റെയിൽവേ സ്റ്റേഷൻ തുറന്നു തോന്നും. റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഒരു ക്ലീനില്ല, ഒരു കുഞ്ഞൊരു സ്ഥലം, അങ്ങനെ എപ്പോഴും ഓപ്പൺ ആക്കത്തില്ല. നേരത്തെ കണ്ടു കാണുമല്ലോ അവളുമാരെല്ലാം അതിനെക്കുറിച്ച്, നേരത്തെ ആണോ അല്ലല്ല ഇനി ആ വീഡിയോ, അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സംഭവം, ക്ലിയർ ആയെന്ന് കരുതി. അവിടെ ഞാൻ പറഞ്ഞത് സാമ്പാറോടൊപ്പമുണ്ടായിരുന്നു. സെറ്റ് സ്ഥലം. പനിയാണ് ഗൈസ്, പനി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടൽ അന്വേഷിച്ച് പോവാണ് ഗൈസ്. വണ്ടികളൊക്കെ ഇടിച്ചിടും ഗൈസ് റോഡിൽ. ജംഗ്ഷനിൽ പോകാൻ പറഞ്ഞു. സ്പീഡ് നടയടി, ഞങ്ങൾക്ക് 1 മണിക്ക് ട്രെയിൻ 12:15 വണ്ടി വരും. 12:15 വണ്ടി വരും. ഇപ്പോൾ 12:10 കഴിഞ്ഞു. പിന്നെ ചോറും കഴിച്ച് ട്രെയിനകത്ത് കയറിയൊന്നും ഇരുന്ന് കഴിക്കുന്ന നടക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ അന്വേഷിച്ച് ഹോട്ടലെത്തിയിട്ട് വീഡിയോ എടുക്കാം. മറ്റേ കാര്യം പറഞ്ഞതും ഇല്ല ഇവരടുത്ത്, നമുക്ക് അബദ്ധം പറ്റിയില്ലാന്ന്. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് ഗൈസ്, ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇറങ്ങിയത്. ആ കഥ ഫുള്ള് ഞാൻ പറയാം ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒന്നെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള വീഡിയോ കാണാം. ബൈ. ഹോട്ടലിൽ വന്നപ്പോൾ ആരുമില്ല. ചേട്ടാ ചേച്ചി ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയില്ല. സമയത്തിന്റെ അനുസരിച്ച് വിളിക്കാം. ബിരിയാണി നിനക്ക് എന്താ വേണ്ടത്? എല്ലാവർക്കും മതിയാണ്. ബിരിയാണി മതിയോ? ഇങ്ങനെ ചേട്ടാ കറക്റ്റ് ചേട്ടാ. ഫുഡ് വന്നു, ബിരിയാണി മതിയോ? നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മീൻകറിയും തോരനും. ഞാൻ പറയാം കറികൾ എന്തൊക്കെ ഉണ്ടായിരുന്നു. മീൻകറി, മോര്, പയർ തോരൻ, പിന്നെ മറ്റു പാവയ്ക്കയുടെ ഒരു സാധനം,
സാമ്പാർ, ഇവക്കത് ഇച്ചിരി വിളന്നു, പപ്പടം. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? അവക്കൊന്നും ആയില്ല. വീഡിയോ കാണുന്നെങ്കിൽ നമ്മൾ കടയുടെ പേരൊന്നും കാണിച്ചില്ല. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഓക്കെ. ബിരിയാണി വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ അവർക്ക് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ വാങ്ങിച്ചപ്പോൾ സാധാരണ വാങ്ങിച്ചതാ. പറയടി. ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിനക്ക് ഒന്നോടെ പറ. ആദ്യമായിട്ടാണ് ഇത്ര വലിയ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇത്ര വൃത്തിയുള്ള ആൾക്കാരുള്ള, ജീവികളുള്ള, മനുഷ്യരുള്ള ഇതിനും നല്ല റെയിൽവേ സ്റ്റേഷൻ എവിടെ ഉണ്ട്? ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നല്ല അടിപൊളി. ഈ തല വെച്ച് കാണിച്ചു. ഇനി പറ. ടിക്കറ്റ് എടുക്കാൻ പോലും സമയമില്ല. എടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്നു ആൾക്കാര്. ഒന്ന് മാറി അവനെ ഒന്ന് സൂം ചെയ്യട്ടെ. ചെറുക്ക അവിടെ 6 പാക്ക് നോക്കൊണ്ടിരിക്കും. സൂം ഇതിനകത്ത് ആ ചിരിക്കുന്ന രംഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറ്റേ വീഡിയോക്കകത്ത് പറഞ്ഞു, ഇറങ്ങുന്ന സ്റ്റെപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിനിൻ്റെ നിന്ന്. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അതേപോലെ തിരിച്ച് കയറാനും ഒക്കത്തില്ല. അന്നേരം തിരിച്ച് കയറുന്ന ടൈമായപ്പോൾ ഞാൻ ആദ്യം കയറി. പിന്നെ ബാക്കിയുള്ളവർ കയറുന്ന സമയത്ത് നാൻസി ചേച്ചി ബാക്കിലോട്ട് വീഴാൻ പോയി. ഞാൻ ഒറ്റ കൈകൊണ്ട് പിടിച്ച് വലിച്ചെടുത്തു. അപ്പം അതിനെക്കുറിച്ചാണ് ചിരിച്ച് ആർക്കും ചിരി നിർത്താൻ പറ്റുന്നില്ല, ആർക്കും കയറാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് കരുതിയിരിക്കുന്നത്. ബൈ. ഗൈസ്, ഞങ്ങൾ കൊല്ലത്തെത്തി. എല്ലാവരും ഇനി അവിടെ വന്നിട്ടില്ല.